നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ LGS മാരത്തോൺ ഡേ 6 ആണെന്ന്. അപ്പോൾ എന്താണ് LGS മാരത്തോൺ എന്ന് അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. കേരള PSC LDC LGS ലെവൽ പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങൾ, അവ പഠിക്കേണ്ട കുറുക്കു വഴികളുമാണ് നമ്മളിവിടെ ക്ലാസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ മാസം 19-ാം തീയതി. കാണാതങ്ങ് പഠിച്ചു വെക്കണേ. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ മാസം 19-ാം തീയതി. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഭാസ്കര 1 ആണ്. ഭൗമ നിരീക്ഷണം ഭാസ്കര 1. രണ്ടിലും ഉണ്ട്, അതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ ഭാസ്കര 1 ആണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് രോഹിണിയാണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അത് രോഹിണിയാണ്. രോഹിണി വിക്ഷേപിച്ച വർഷം 1980 ജൂലൈ 18. രോഹിണി വിക്ഷേപിച്ച വർഷം 1980 ജൂലൈ മാസം 18-ാം തീയതി. രോഹിണി വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം SLV-3 ആണ്. അത് ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക സുഹൃത്തുക്കളെ. രോഹിണി കൃത്രിമോപഗ്രഹം വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SLV-3 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹവും ISRO നിർമ്മിച്ച ആദ്യ സുസ്ഥിര ഉപഗ്രഹവും ആപ്പിൾ ആണ്. മറക്കരുത്, ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എന്നറിയപ്പെടുന്നതും ISRO നിർമ്മിച്ച ആദ്യത്തെ സുസ്ഥിര ഉപഗ്രഹം എന്ന് അറിയപ്പെടുന്നതും ആരാണ്? ആപ്പിൾ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോദ്ദേശ കൃത്രിമോപഗ്രഹം ഇൻസാറ്റ് 2A. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്, പഠിക്കുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിവിധോദ്ദേശ കൃത്രിമ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻസാറ്റ് 2A ആണ്. ഇൻസാറ്റ് 2A വിക്ഷേപിച്ച വർഷം 1992 ജൂലൈ മാസം 10-ാം തീയതി. ഇൻസാറ്റ് 2A വിക്ഷേപിച്ച വർഷം 1992 ജൂലൈ മാസം 10-ാം തീയതിയാണ്. ഇത് എവിടെയെന്ന് ചോദിച്ചാല് ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നാണ്. മറക്കരുത് കേട്ടോ സുഹൃത്തുക്കളെ, ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠന ഉപഗ്രഹം ഓഷ്യൻ സാറ്റ്, അല്ലെങ്കിൽ അവൻ അറിയപ്പെട്ട മറ്റൊരു പേരാണ് IRS P4. മറക്കരുത്, ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനത്തിനുള്ള ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അതാണ് ഓഷ്യൻ സാറ്റ്. സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്താണ്? ഓഷ്യൻ ആണ്. അപ്പോൾ ഓഷ്യൻ സാറ്റ്, അവന്റെ മറ്റൊരു പേരാണ് നമുക്ക് പഠിക്കാനുള്ളത് IRS P4. മറക്കരുത്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം കൽപ്പന. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? കൽപ്പന 1 ആണ്. എന്നാൽ PSC ആദ്യകാലങ്ങളിൽ കൽപ്പന 1 എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴത്തെ PSCയുടെ ചോദ്യപേപ്പറിൽ കണ്ടുവരുന്നത് സാറ്റ് എന്നാണ്. ഓർക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം അറിയപ്പെടുന്ന പേര് കൽപ്പന 1 എന്നാണ്. അതിന്റെ മറ്റൊരു പേരാണ് മെറ്റ്സാറ്റ്. ആദ്യകാലങ്ങളിൽ കൽപ്പന 1 എന്ന് തന്നെയാണ് PSC ഉത്തരസൂചികയിൽ നൽകിയിരുന്നത്. ഇപ്പോഴത്തെ ചോദ്യപേപ്പറുകളിൽ മെറ്റ്സാറ്റ് എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം നന്നായിട്ട് പഠിക്കുക. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം അറിയപ്പെടുന്ന പേരാണ് എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ അല്ലെ. വിദ്യാഭ്യാസത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? എഡ്യൂക്കേഷൻ. അപ്പോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം അറിയപ്പെടുന്ന പേരെന്താണ്? എഡ്യൂസാറ്റ് എന്നാണ്. ഇതല്ല PSC ചോദിക്കുന്നത്. PSC ഉത്തരസൂചികയിൽ കിടക്കുന്നത് GSAT എന്നാണ്. പഠിച്ചു വെച്ചേക്കുക. PSC എങ്ങനെയായിരിക്കും ഓപ്ഷൻ ഇടുന്നത്? GSAT എന്നായിരിക്കും ഉത്തരം കൊടുക്കുന്നത്. പഠിക്കുക. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം എന്ന് ചോദിച്ചാൽ എഡ്യൂസാറ്റ്, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു പേരെന്താണ്? GSAT-3 എന്നാണ്. എന്താണ്? GSAT-3. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹം GSAT-7. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് GSAT-7 ആണ്.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. വ്യക്തമായി സുഹൃത്തുക്കളെ ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക, നമുക്ക് സമയം കളയണ്ട. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത് GSLV Mark 3 ആണ്. ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത് GSLV Mark 3 ആണ്. ഈ GSLV Mark 3യുടെ പേര് നമ്മൾ മാറ്റിയിരുന്നു, അതായത് പുനർനാമകരണം ചെയ്തിരുന്നു. അതാണ് LVM-3 എന്നുള്ളത്. മറക്കരുത്, LVM-3 എന്നുള്ളത്. ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ റോക്കറ്റ് എന്നറിയപ്പെടുന്നത് GSLV Mark 3 ആണ്. അവന്റെ പേര് നമ്മളൊന്ന് മാറ്റിയിരുന്നു, അതാണ് LVM-3 എന്നുള്ളത്. ISROയുടെ PSLV വിക്ഷേപണ വാഹനത്തിന്റെ 60ാമത് ദൗത്യം 2024 ജനുവരി 1 ISROയുടെ PSLV വിക്ഷേപണ വാഹനത്തിന്റെ 60ാമത്തെ ദൗത്യം എന്നായിരുന്നു 2024 ജനുവരി 1 ആയിരുന്നു. ഇവിടുത്തെ പ്രത്യേകത പഠിക്കേണ്ടത് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജ്ര ജൂബിലി ആണ് അല്ലെ. ISROയുടെ PSLV വിക്ഷേപണ വാഹനത്തിന്റെ വജ്ര ജൂബിലി ദൗത്യം നടന്നത് എന്നു ചോദിക്കും. ISROയുടെ PSLV വിക്ഷേപണ വാഹനത്തിന്റെ വജ്ര ജൂബിലി ദൗത്യം നടന്നത് 2024 ജനുവരി 1 2024 ജനുവരി 1 അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന റോക്കറ്റ് അല്ലെങ്കിൽ വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ അത് PSLV C-58 ആയിരുന്നു. PSLV C-58 ആയിരുന്നു. ഇനി എന്തിനെയാണ് PSLV C-58 കൊണ്ടുപോയെന്ന് നമുക്കറിയണ്ടേ? അതാണ് എക്സ്പോസാറ്റ്. മറന്നു പോരുന്നത് എന്താണ്? എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും അതുപോലെ തന്നെ ന്യൂട്രോൺ സ്റ്റാറുകളെയും പൾസ് സ്റ്റാറുകളെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ 2024 ജനുവരി 1 തന്നെ ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് ISRO കടന്നു കഴിഞ്ഞു. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ ന്യൂട്രോൺ സ്റ്റാറുകൾ അതുപോലെ തന്നെ പൾസാറുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തവണ ISRO കൃത്രിമ ഉപഗ്രഹം അയച്ചിരിക്കുന്നത്. ഈ ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇന്ത്യയുടെ 4ാമത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-4. ചോദിച്ചിട്ടുണ്ട് PSC. അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റിസാറ്റ്. ഇന്ത്യയുടെ 4ാമത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് EOS-4 ആണ്. അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റിസാറ്റ്. EOS-4ന്റെ വിക്ഷേപണ തീയതി 2022 ഫെബ്രുവരി 14. EOS-ന്റെ വിക്ഷേപണ തീയതി എന്നാണ് 2022 ഫെബ്രുവരി 14 വിക്ഷേപണ വാഹനം PSLV C-52. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-52. ഇതാണ് PSC ചോദിച്ചത്. EOS-4ന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു എന്നാണ് PSC ചോദിച്ചത്. PSLV C-52 ആണ്. സിംഗപ്പൂരിന്റെ 3 കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ ദൗത്യം നടന്ന വർഷം ജൂൺ 30, 2022. ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. സിംഗപ്പൂരിന്റെ 3 കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ ദൗത്യം നടന്ന വർഷം ജൂൺ 30, 2022. ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന PSLVയുടെ റോക്കറ്റ് ആണ് PSLV C-53. ISRO 104 ഉപഗ്രഹങ്ങളെ ഒരേ സമയം വിക്ഷേപിച്ച് ലോക റെക്കോർഡ് നേടിയ വർഷം 2017 ഫെബ്രുവരി 15. ഇപ്പോഴും PSCയുടെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവേഴ്സ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കാം. ISROയുടെ 104 ഉപഗ്രഹങ്ങളെ ഒരേ സമയം വിക്ഷേപിച്ച് ലോക റെക്കോർഡ് നേടിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2017 ഫെബ്രുവരി 15 ഈ വിക്ഷേപണത്തിനായി ഉപയോഗിച്ചിരുന്ന വാഹനം PSLV C-37 ആണ്. PSLV C-37 ആണ് 104 ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ട് സ്പേസിലേക്ക് പോയതെന്ന് ഓർക്കുക. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ S. സോമനാഥൻ. മലയാളിയായിട്ടുള്ള S. സോമനാഥനാണ് ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ. ISROയുടെ തലപ്പത്തെത്തുന്ന 5ാമത്തെ മലയാളിയാരെന്ന് ചോദിച്ചാൽ S. സോമനാഥനാണ്. ISROയുടെ തലപ്പത്തെത്തുന്ന 5ാമത്തെ മലയാളിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് S. സോമനാഥനാണ്. VSSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നായർ. VSSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉണ്ണികൃഷ്ണൻ നായർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഉത്തരം എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം, ആനമലകൾ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമലയിലാണ്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആരാണ്? അത് പെരിയാറാണ്. മറക്കരുത്, ആരാണ്? പെരിയാറാണ്. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ഇത് കേൾക്കുമ്പോഴാണ് പലർക്കും ഡൗട്ട് ഉണ്ടാകുന്നത്.
കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. ശോകനാശിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ശോകനാശിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ഒന്നുകൂടി പറയുവാണേ, കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴ. ഒന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. നിളയെന്നും പേരാർ എന്നും പൊന്നാനിപ്പുഴ എന്നും അറിയപ്പെടുന്നത് ആരാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്റർ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ നോക്കുക. പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. 50 തവണയും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇനി ഇത് കൺഫ്യൂഷൻ ഉള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഭരതൻ മലയിലെ പാലയിൽ തൃശൂലം കുത്തി എന്നങ്ങ് പഠിച്ചു വെക്കുക. എന്താണ്? ഭരതൻ മലയിലെ പാലയിൽ തൃശൂലം കുത്തി എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയുവാണ്. ഭരതൻ മലയിലെ പാലയിൽ തൃശൂലം കുത്തി എന്നങ്ങ് പഠിക്കുക. ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ, മലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല, പാലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല, തൃശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ ജില്ല. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. ഇനി PSC ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള മറ്റൊരു ചോദ്യമാണ്. 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ചോദ്യമാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഗായത്രി പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വിഷമിക്കേണ്ട, നമുക്കൊരു കോഡുണ്ട്. ഈ കോഡ് ഒരു 4-5 തവണ അങ്ങ് ആവർത്തിച്ച് പഠിക്കുക, മനസ്സിലിരുന്നു കൊള്ളും. ഭരത, ഗായത്രി, കണ്ണാടി വെച്ച് കൽപ്പാത്തി തൂക്കുന്നു. എങ്ങനെയാ പറഞ്ഞത്? ഭരത, ഗായത്രി, കണ്ണാടി വെച്ച് കൽപ്പാത്തി തൂക്കുന്നു. ഇതിൽ ഭരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയെ സൂചിപ്പിക്കുന്നു. ഭരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയെ സൂചിപ്പിക്കുന്നു. ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രി പുഴ. കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിപ്പുഴ. കൽപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പാത്തിപ്പുഴ. പിന്നെ ഡൗട്ട് ഉള്ള ഒരേ ഒരു ഭാഗമുള്ളൂ, തൂക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂതപ്പുഴ. ആരാണ്? തൂതപ്പുഴ. ബാക്കിയെല്ലാം നമ്മുടെ കോഡിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് നദികളെല്ലാം. ഒന്നുകൂടി പറയുവാണ്. ഭരത, ഗായത്രി, കണ്ണാടി വെച്ച് കൽപ്പാത്തി തൂക്കുന്നു. ഇതിൽ ഭരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ, ഗായത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായത്രിപ്പുഴ, കണ്ണാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടിപ്പുഴ, കൽപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പാത്തിപ്പുഴ, തൂക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂതപ്പുഴ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ ഓർക്കുക. ഭാരതപ്പുഴയുടെ പതനസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? അറബിക്കടലാണ്. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇതിൽ തന്നെ PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ചതാണ്. ഭാരതപ്പുഴയുടെ പതനസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനകത്ത് ആരുണ്ടായിരുന്നു? പൊന്നാനി ഉണ്ടായിരുന്നു. അപ്പോ ഭാരതപ്പുഴയുടെ പതനസ്ഥാനം എന്ന് ചോദിച്ചാൽ അറബിക്കടൽ. എവിടെ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊന്നാനിയിൽ വെച്ച്. മറക്കില്ലല്ലോ. ഭാരതപ്പുഴയുടെ പതനസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് അറബിക്കടലിൽ തന്നെയാണ്. എന്നാൽ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊന്നാനി വെച്ചാണ്. മറക്കരുത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളും അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളുമാണ്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് നിങ്ങൾക്ക് പക്കാ ഉറപ്പിക്കാം. കേരളത്തിലെ പ്രധാന നദികളും അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളും PSC 50-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ചത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. നമുക്ക് സമയം കളയണ്ട, നോക്കാം. പെരിയാറ്, ശിവഗിരി മല. പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ശിവഗിരി മലകളിൽ നിന്നും. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. പമ്പാ നദി, പുളിച്ചിമല. പമ്പാ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പുളിച്ചിമലകളിൽ നിന്നാണ്. ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നും. ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നുമാണ്. ഒന്നുകൂടി പറയുവാണ്. പെരിയാറ് ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാടിന്റെ ഭാഗമായുള്ള ആനമലയിൽ നിന്നുമാണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നുമാണ്. ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നുമാണ്. ഇനി ഇത് എങ്ങനെ പഠിക്കാമെന്ന് ചിന്തിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. വളരെ ഈസി കോഡാണ്. ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സുഹൃത്തുക്കൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ. പെരിയ ഭരതൻ പാമ്പായി ചാലിൽ വീണു, ശിവനെ ആനയ്ക്ക് പുളിയില. ഒന്നുകൂടി പറയാം. പെരിയ ഭരതൻ പാമ്പായി ചാലിൽ വീണു, ശിവനെ ആനയ്ക്ക് പുളിയില. ഇതുപോലെ തന്നെ എഴുതി പഠിക്കണേ.
മാറിക്കഴിഞ്ഞാൽ തെറ്റിപ്പോവും, കോഡ് വർക്കാവില്ല. പെരിയ ഭരതൻ പാമ്പായി ചാലിൽ വീണുവെന്ന് ആദ്യം എഴുതുക. അതിന്റെ തൊട്ടു താഴെ തന്നെ ശിവനെ ആനയ്ക്ക് പുളിയില എന്നും എഴുതുക. ഇനി പെരിയയുടെ നേരെ താഴെ ആരാ വരുന്നത്? ശിവനെയാണ് വരുന്നത്. അപ്പോ പെരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരിയാർ നദിയെയാണ്. പെരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരിയാർ നദി. ശിവനെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവഗിരി മല. കിട്ടിയേ? പെരിയ എന്നുള്ള വാക്കെന്ന് വെച്ചാൽ പെരിയാറിനെ സൂചിപ്പിക്കുന്നു. ശിവനെ എന്നുള്ള വാക്ക് ശിവഗിരി മലനിരകളെ സൂചിപ്പിക്കുന്നു. ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴ. ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ. അതിന് നേരെ താഴെ വരുന്നത് ആനയ്ക്ക് എന്നാണ്. അപ്പോൾ ആനമല. ആനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആനമല. പാമ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ നദി. പാമ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ നദി. പാമ്പായിയുടെ നേരെ താഴ്ഭാഗത്ത് വരുന്ന എന്താണ്? പുളിയാണ്. അപ്പോ പുളിച്ചിമല. ഇനി ചാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലിയാറ്. ചാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാലിയാറ്. ആ ചാലിന്റെ നേരെ താഴെ വന്നിരിക്കുന്നത് ഇലയാണ്. അപ്പോ ഇളമ്പലേരി കുന്നുകള്. കോഡ് ഒന്നുകൂടി പറഞ്ഞു തരാം, ഒരു കൺഫ്യൂഷനും വേണ്ട. പെരിയ ഭരതൻ പാമ്പായി ചാലിൽ വീണു. ശിവനെ ആനയ്ക്ക് പുളിയില എന്ന് താഴെയായിട്ട് എഴുതുക. പെരിയ നേരെ താഴെ വരുന്നത് ശിവനെയാണ്. അപ്പോ പെരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറ്, ശിവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഗിരി മലനിര. ഭരതന്റെ നേരെ താഴെ വരുന്നത് ആനയ്ക്ക് എന്നാണ്. അപ്പൊ ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ, ആനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമല. പാമ്പായി എന്ന് പറയുന്നതിന്റെ നേരെ താഴെ വരുന്നത് പുളിയാണ്. അപ്പോൾ പാമ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ നദി, പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിച്ചിമല. ചാലിൽ എന്ന് പറയുന്നതിന്റെ നേരെ താഴെ വരുന്നത് ഇലയാണ്. അതുകൊണ്ട് ചാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലിയാർ നദി. അതിനോടൊപ്പം തന്നെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളമ്പലേരി കുന്നുകള്. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന തീയതി 1951 ഒക്ടോബർ മാസം 25-ാം തീയതി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വോട്ടെടുപ്പ് നടന്ന തീയതി 1951 ഒക്ടോബർ മാസം 25-ാം തീയതി. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. മറക്കരുത്, ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരെന്ന് ചോദിച്ചാൽ ശ്യാം ശരൺ നേഗിയാണ്. അദ്ദേഹം ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം അറിയപ്പെടുന്ന പേരാണ് തിരഞ്ഞെടുപ്പ്. പഠിച്ചു വെച്ചോളെ, ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പ്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 1989 61-ാം ഭേദഗതി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 1989 61-ാം ഭേദഗതി. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി 26. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26-ാം തീയതി. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന അനുച്ഛേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിള് 326 ആണ്. മറക്കരുത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 326 ആണ്. വോട്ടവകാശം എന്ന് കേട്ടാൽ അപ്പോഴേ ആലോചിക്കുക 3 × 2 6 എന്നങ്ങ് പഠിച്ചു വെക്കുക. 326 വോട്ടവകാശം ചോദിച്ചു കഴിഞ്ഞാൽ 3 × 2 6 എന്നങ്ങ് പഠിച്ചു വെക്കുക. എത്രയാണ്? ആർട്ടിക്കിൾ 326 ആണ്. മറക്കരുത്. ഇന്ത്യയിലെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 543. ഇന്ത്യയിലെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 543. ഈ കഴിഞ്ഞ PSC എക്സാമിനും ചോദിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് ആണ്. പട്ടികജാതി സംവരണ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 84. പഠിച്ചു വെച്ചോളെ, പട്ടികജാതി സംവരണ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 84. പട്ടികവർഗ സംവരണ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 47. പട്ടികവർഗ സംവരണ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 47. പട്ടികജാതി സംവരണ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 87-മാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭ പട്ടികജാതി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് ആണ്. മറക്കല്ലേ, ഏറ്റവും കൂടുതൽ ലോക്സഭയില്
പട്ടികജാതി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ പട്ടിക വർഗത്തിന് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ പട്ടിക വർഗത്തിനായി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശ് സംസ്ഥാനമാണ്. ഒന്നുകൂടി പറയുവാണ്, ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 543 ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് കൊണ്ടാണ്. പട്ടികജാതി സംവരണ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 84 പട്ടികവർഗ സംവരണ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 47 ഏറ്റവും കൂടുതൽ ലോക്സഭ പട്ടികജാതി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ പട്ടിക വർഗത്തിന് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശ് സംസ്ഥാനമാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളെ പറ്റിയാണ്. പഠിച്ചു വെക്കുക. ഇപ്പോഴത്തെ PSC ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യം, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ പാർട്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. മറക്കലെ സുഹൃത്തുക്കൾ, ശ്രദ്ധിച്ചു പഠിക്കുക. BJP അഥവാ ഭാരതീയ ജനതാ പാർട്ടി. ഒന്നാമത് പഠിക്കാനുള്ള ആരാണ്? BJP അല്ലെങ്കിൽ അവർ അറിയപ്പെടുന്ന പേര് ഭാരതീയ ജനതാ പാർട്ടി. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതാണ് ഈ CPIM എന്ന് പറഞ്ഞ കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് ഇപ്പോൾ ഇന്ത്യയിലെ ദേശീയ പാർട്ടികളിൽ ഉള്ളത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. 3 തവണ ടിക്ക് ചെയ്ത് പഠിക്കുക. കാരണം ഇപ്പോൾ CPI ഇല്ല, CPIM മാത്രമേ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. BSP ബഹുജൻ സമാജ് പാർട്ടി. BSP ഏതാണ്? ബഹുജൻ സമാജ് പാർട്ടി. NPP നാഷണൽ പീപ്പിൾസ് പാർട്ടി. NPP ഏതാണ്? നാഷണൽ പീപ്പിൾസ് പാർട്ടി. അതുപോലെ തന്നെ AAP നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന്റെ AAP അഥവാ ആം ആദ്മി പാർട്ടി. ഒന്നുകൂടി പറയുവാണ്, ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളാണ് പറയുന്നത്. BJP ഭാരതീയ ജനതാ പാർട്ടി, INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, BSP ബഹുജൻ സമാജ് പാർട്ടി, NPP നാഷണൽ പീപ്പിൾസ് പാർട്ടി, AAP ആം ആദ്മി പാർട്ടി. ഇത്രയുമാണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ. ഇനി ഇത് എങ്ങനെ പഠിക്കുമെന്ന് ബുദ്ധിമുട്ട് ഇരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കോഡുണ്ട്. സമയം കളയാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് പഠിച്ചു തീർക്കാം. സുഹൃത്തുക്കൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക. കോഡ് ഇതാണ്. പാർട്ടിക്കാർ CBIയെ ബാൻ ചെയ്തു എന്നങ്ങ് പഠിക്കുക. പാർട്ടിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ പാർട്ടികളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പാർട്ടിക്കാർ CBIയെ ബാൻ ചെയ്തു എന്നങ്ങ് പഠിക്കുക. ഇതിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIM നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോൺഗ്രസ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSP, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AAP, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPP. ഒന്നുകൂടി പറയുവാണേ, പാർട്ടിക്കാര് CBIയെ ബാൻ ചെയ്തു എന്നങ്ങ് പഠിക്കുക. പാർട്ടിക്കാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളെ സൂചിപ്പിക്കാനാണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIM, അതുപോലെ തന്നെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ INC, വീണ്ടും B വരുന്നുണ്ട്. ആ ബാനിലെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSP, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AAP, അതുപോലെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPP. ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ PSC ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ താപവൈദ്യുത നിലയം കായംകുളം താപവൈദ്യുത നിലയം. പണ്ടുകാലത്ത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം എന്താണ്? നാഫ്ത. അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മൾ ഒറ്റ ലെവലിൽ പഠിച്ചേ. നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ താപവൈദ്യുത നിലയം ചോദിച്ചാൽ കായംകുളം. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് ചോദിച്ചാൽ നാഫ്ത. രാജീവ് ഗാന്ധി കമ്പൈൻഡ് പവർ സൈക്കിൾ പ്രോജക്ട് എന്നറിയപ്പെടുന്നത് കായംകുളം താപവൈദ്യുത നിലയം. രാജീവ് ഗാന്ധി കമ്പൈൻഡ് പവർ സൈക്കിൾ പ്രോജക്ട് എന്നറിയപ്പെടുന്നത് കായംകുളം താപവൈദ്യുത നിലയം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്ട് ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുരം. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ശിരുവാണി അണക്കെട്ട്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണം നടത്തുന്നതിനായി കേരളത്തിൽ പണിത അണക്കെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിരുവാണി അണക്കെട്ട്. 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം നടന്ന വർഷം 1924. 99-ാം ആണ്ട് വെള്ളപ്പൊക്കം എന്ന പേരില്
പ്രശസ്തമായ വെള്ളപ്പൊക്കം നടന്ന വർഷം 1924. കേരളത്തിലെ ഏക ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ഏക ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഒന്നുകൂടി പറയുവാണേ, നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ താപവൈദ്യുത നിലയം കായംകുളം. രാജീവ് ഗാന്ധി കമ്പൈൻഡ് പവർ സൈക്കിൾ പ്രോജക്ട് എന്നറിയപ്പെടുന്നത് കായംകുളം താപവൈദ്യുത നിലയം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്ട് ബ്രഹ്മപുരം. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ശിരുവാണി അണക്കെട്ട്. 99-ാം ആണ്ട് വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം നടന്നത് 1924. കേരളത്തിലെ ഏക ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. നമുക്കറിയാവുന്ന പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടും കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത വനം എന്നും അറിയപ്പെടുന്നത് സൈലന്റ് വാലി. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പോയിന്റ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പോയിന്റ് ഏതാണ്? ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചിട്ട് വേണം ഉത്തരം കൊടുക്കാൻ. PSCയുടെ ട്രിക്കി ക്വസ്റ്റ്യന് വരുന്ന ഒരെണ്ണമാണിത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്നറിയപ്പെടുന്നത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കരയതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കരയതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഫ്ഗാനിസ്ഥാൻ ആണ്. മറക്കരുത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പ്രദേശം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഏറ്റവും വലിയ അയൽ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ചൈനയാണ് കേട്ടോ. മറക്കരുത്. ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ ചൈനയും ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനുമാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശ് ആണ്. ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ബീഹാർ സംസ്ഥാനത്തെ പറ്റിയാണ്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ബീഹാർ. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ബീഹാർ. വനിതകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ഇത് 50-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. വനിതകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ്. സ്ത്രീകൾക്ക് സർക്കാർ ജോലിയിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. വനിതകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. ഇനി സ്ത്രീകൾക്ക് സർക്കാർ ജോലിയിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനവും ബീഹാർ ആണ്. ബാലവേല തടയുന്നതിനായി ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ ആണ്. ബാലവേല തടയുന്നതിനായിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ ആണ്. വിക്രമശില, നളന്ദ എന്നീ പ്രാചീന സർവകലാശാലകൾ നിലനിന്നിരുന്ന സംസ്ഥാനം ബീഹാർ ആണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിക്കുന്നതാണ് കോസി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ സംസ്ഥാനമാണ്. കോസി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ സംസ്ഥാനം. അതുപോലെ തന്നെ PSC പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ. അതും 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കളെ, ഈ ഭാഗം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗത മാർഗം. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്താ സുഹൃത്തുക്കളെ? ജലഗതാഗതമാണ്. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നോയിഡയാണ്. മറക്കരുത്. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് നോയിഡയാണ്. നോയിഡ എന്ന് പറഞ്ഞാൽ എവിടെയാ സുഹൃത്തുക്കളെ? അത് ഉത്തർപ്രദേശ് ആണ് കേട്ടോ. മറക്കല്ലേ. നോയിഡ എവിടെയാണ്? UP-ലാണ് കേട്ടോ. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് നോയിഡയാണ്. ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്നത് 2016. പഠിച്ചോളണേ. ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്നത് 2016. ഇനി PSCയുടെ ഇപ്പോഴും ട്രെൻഡിൽ കിടക്കുന്ന ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ PSC ഈ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക.
ദേശീയ ജലപാത 1 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 1 എന്നറിയപ്പെടുന്നത് ഗംഗാ നദി സ്ഥിതി ചെയ്യുന്ന അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. മറക്കരുത്, ഗംഗാ നദിയില് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ജലപാതം അറിയപ്പെടുന്ന പേരാണ് NW1 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത്. ഇവന്റെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1620 കിലോമീറ്റർ ആണ്. ദൂരം എത്രയാണ് NW1ന്റെ? 1620 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ജലപാത എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന NW1 ആണ്. മറക്കരുത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ജലപാത എന്നറിയപ്പെടുന്നത് NW1 അല്ലെങ്കിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ഗംഗാ നദിയിലൂടെയുള്ള ജലപാതയാണ്. NW2 അഥവാ നാഷണൽ വാട്ടർവേ 2 അല്ലെങ്കിൽ ദേശീയ ജലപാത 2 എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര നദിയിലാണ്. നദി ഏതാണ് സുഹൃത്തുക്കളെ? ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ നുബ്രി വരെയാണ്. ബ്രഹ്മപുത്ര നദിയിലെ സാദിയ മുതൽ ദുബ്രി വരെയുള്ള 891 കിലോമീറ്റർ ആണ് NW2 എന്നറിയപ്പെടുന്നത്. NW2ന്റെ നീളം എത്രയാണ് സുഹൃത്തുക്കളെ? 891 കിലോമീറ്റർ ആണ്. മറക്കരുത്. ഇനി ഏറ്റവും കൂടുതൽ PSC ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യമാണ് NW3 അഥവാ നാഷണൽ വാട്ടർവേ 3 അല്ലെങ്കിൽ ദേശീയ ജലപാത 3. ഇത് PSC ഏറ്റവും കൂടുതൽ ഇത് ചോദിക്കാൻ കാരണം എന്താണ്? ഇവൻ നമ്മുടെ കേരളത്തിലാണുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ PSC എടുത്ത് ചോദിച്ചിരിക്കുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയും കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെയും. ആദ്യകാലത്ത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു NW3 എന്ന് പറയുന്നത്. അതിനുശേഷം അതിന് എക്സ്പാൻഷൻ വരികയും കോട്ടപ്പുറത്ത് നിന്നും കോഴിക്കോട് വരെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോഴുള്ള നീളം സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചേക്കുക 365 കിലോമീറ്റർ. ഇപ്പോൾ NW3യുടെ നീളം എത്രയാണ്? 365 കിലോമീറ്റർ. അപ്പോ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആദ്യ സമയത്തും അതിനുശേഷം എക്സ്പാൻഷനോടുകൂടി കോട്ടപ്പുറത്ത് നിന്ന് കോഴിക്കോട് വരെയും ആക്കിയതാണ് NW3 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. ഇതിന് 365 കിലോമീറ്റർ നീളമുണ്ട്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് NW4 എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത്. ഇത് ഗോദാവരി കൃഷ്ണ നദികളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ജലപാതയാണ്. ഈ ജലപാത ഏതൊക്കെ നദികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ്? ഗോദാവരി കൃഷ്ണ നദികളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ഇത് കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള ജലപാതം അറിയപ്പെടുന്ന പേരാണ് NW4 എന്ന് പറയുന്നത്. ഇതിന്റെ നീളം 1095 കിലോമീറ്റർ ആണ്. 1095 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ ജലപാത എന്നറിയപ്പെടുന്നത് NW2 ആണ്. മറക്കില്ലല്ലോ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലപാത എന്നറിയപ്പെടുന്നത് NW1 ആണ്. ഇപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ദേശീയ ജലപാത എന്ന് ചോദിച്ചാൽ അത് NW4 ആണ്. NW4 ആണ്. മറക്കരുത്. എവിടെ മുതൽ എവിടെ വരെയാണ് അവൻ? കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. രണ്ട് പ്രധാനപ്പെട്ട നദികളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ജലപാതം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ദേശീയ ജലപാത സ്ഥിതി ചെയ്യുന്നത്. അത് ഗോദാവരി കൃഷ്ണ നദികളാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് NW5 എന്ന് പറയുന്നത്. NW5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ തീരം വരെയുള്ള വ്യവസ്ഥയെയാണ് എന്ത് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന NW ദേശീയ ജലപാത 5 എന്ന് പറയുന്നത്. അതായത് പൂർവ്വതീരത്തുള്ള കനാലുകളെയും അതുപോലെ തന്നെ ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ തീരവ്യവസ്ഥയും കൂടെ എന്ത് ചെയ്തു? കണക്ട് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ദേശീയ ജലപാത അറിയപ്പെടുന്ന പേരാണ് NW5 എന്ന് പറയുന്നത്. ഇതിന്റെ നീളം 623 കിലോമീറ്റർ ആണ്. 623 കിലോമീറ്റർ ആണ്. സുഹൃത്തുക്കൾ ഈ ഭാഗം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ കാണുമായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് ഉപയോഗിക്കുന്നത്. ഈ കോഡ് അല്പം ഒന്ന് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്ന കോഡാണ്. കോഡ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സുഹൃത്തുക്കൾ, ടെൻഷൻ അടിക്കുന്നു വേണ്ട, ഈസിയാണ് സംഭവം. എന്നാലും ഒരു കഥ കേട്ടിരിക്കുന്നത് പോലെ കേട്ടിരിക്കുക. ഓക്കെ, കോഡ് ഇത്രയേ ഉള്ളൂ. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്താണ് ഒരു വീട് വെച്ചു എന്ന് കരുതുക. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. ആ വീടിന് 5 നിലകളുണ്ട്. ആ വീടിന് എത്ര നിലകളുണ്ട് സുഹൃത്തുക്കളെ? 5 നിലകളുണ്ട്. ഇതിൽ ഓരോ നിലകളെയും നമ്മൾ ഓരോ വാട്ടർവേസ് ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ നാഷണൽ വാട്ടർവേ ആയിട്ട് കരുതണം. മറക്കില്ലല്ലോ സുഹൃത്തുക്കളെ. അപ്പോ പറയാൻ പോവാണ് കേട്ടോ. ഓക്കെ ആണ്.
ഒന്നാമത്തെ നില എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നാഷണൽ വാട്ടർവേ അല്ലേ സുഹൃത്തുക്കളെ? ഒന്നാമത്തെ നില എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഒന്നാമത്തെ നാഷണൽ വാട്ടർവേ. അപ്പൊ ഒന്നാം നിലയിൽ എന്തുണ്ടെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ നിലയിലെ ഗ്യാങ്ങുകള് ഹാളില് അലമ്പുണ്ടാക്കി എന്ന് പഠിക്കുക. ഒന്നാമത്തെ നിലയിലെ ഗ്യാങ് എന്താണ്? ഹാളിൽ കിടന്ന് അലമ്പുണ്ടാക്കുകയാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ. ഒന്നാമത്തെ നിലയിലെ ഗ്യാങ് ഹാളിൽ അലമ്പുണ്ടാക്കി എന്നങ്ങ് പഠിച്ചു വെക്കുക. ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദി. ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദി. ഹാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൽഡിയ. അതുപോലെ അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹബാദ്. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. ഒന്നാമത്തെ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ വാട്ടർവേ 1. ഒന്നാമത്തെ നിലയിലെ ഗ്യാങ് ഹാളിൽ അലമ്പുണ്ടാക്കി എന്നങ്ങ് പഠിക്കുക. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഗംഗാ നദി, ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൽഡിയ, അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹബാദ്. രണ്ടാം നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NW2 ആണ്. NW2 ആണ് രണ്ടാമത്തെ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാം നിലയിൽ BP ഉള്ള സാധുക്കളാണ്. രണ്ടാമത്തെ നിലയിൽ എന്താണ്? BP ഉള്ള സാധുക്കളാണ്. കോഡ് ശ്രദ്ധിച്ചോളണേ. രണ്ടാം നിലയിലെ BP ഉള്ള സാധുക്കളാണ് താമസിക്കുന്നത് എന്ന് ഓർക്കുക. ഇതിൽ BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര BP. ഓക്കെ, ബ്രഹ്മപുത്ര നദിയാണ്. SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാദിയ. SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാദിയ. അതുപോലെ DU, സാധുക്കളുടെ DU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുബ്രിയാണ്. അപ്പോ സാദിയ മുതൽ ദുബ്രി വരെ ഓക്കെയാണ്. രണ്ടാം നില എന്ന് പറയുന്നത് NW2 എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടതാണ്. രണ്ടാം നിലയിലുള്ളവരുടെ പ്രത്യേകത എന്താണ്? BP ഉള്ള സാധുക്കളാണ് അവിടെ താമസിക്കുന്നത്. BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയെ സൂചിപ്പിക്കുന്നു. SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാദിയെ സൂചിപ്പിക്കുന്നു. DU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുബ്രിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ ആയേ. ഇനി മൂന്നാം നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നിലയാണ് കേട്ടോ. മൂന്നാം നില NW3, അതാ നാഷണൽ വാട്ടർവേ 3 കേരളത്തിലൂടെ പോകുന്നത്. മൂന്നാം നിലയിലെ കൊള്ളാവുന്ന കോട്ടയിലെ കോഴികളെ കൊണ്ടുവന്ന് അങ്ങ് ഇട്ടേക്കുവാണ് കേട്ടോ. ഒന്നുമില്ല, കോഡിന് വേണ്ടി പറഞ്ഞതാണ്. മൂന്നാം നിലയിലെ കൊള്ളാവുന്ന കോട്ടയിലെ കോഴികളെ കൊണ്ടുവന്നെന്താണ് നിറച്ചിട്ടിരിക്കുകയാണ്. മൂന്നാം നിലയിലെ കൊള്ളാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ല. കൊള്ളാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊല്ലം ജില്ല. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടപ്പുറം. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടപ്പുറം. കോഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല. കോഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കോട്ടപ്പുറം ആഡ് ചെയ്തതെന്ന് ചോദിച്ചാല് ഇപ്പോഴത്തെ ചില PSC എക്സാമുകളിൽ ഇപ്പോഴും NW3 എന്ന് പറഞ്ഞിട്ട് കൊല്ലം കോട്ടപ്പുറം എന്ന് ആൻസർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 സ്ഥലങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. മൂന്നാം നിലയിലെ കൊള്ളാവുന്ന കോട്ടയിലെ കോഴികളെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. കൊള്ളാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ല. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടപ്പുറത്തെ സൂചിപ്പിക്കുന്നു. കോഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നാലാം നിലയാണ്. നാലാം നില എന്ന് പറയുമ്പോൾ NW4 അല്ലെ സുഹൃത്തുക്കളെ? നാലാം നില എന്ന് പറയുമ്പോൾ NW4 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 4 ആണ്. നാലാം നിലയില് കൃഷ്ണഗോദയിലെ കാക്കിയിട്ട പുതുമ പിടിച്ചവർ വന്ന് നിറഞ്ഞിട്ട് കിടക്കുവാണ് കേട്ടോ. എന്താണ്? കൃഷ്ണഗോദയിലെ കാക്കിയിട്ട പുതുമ പിടിച്ചവർ വന്ന് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ നാലാം നിലയിൽ. അപ്പൊ നാലാം നിലയിൽ ആരാണ്? കൃഷ്ണഗോദയിലെ കാക്കിയിട്ട പുതുമ പിടിച്ചവരാണ് അവിടെയുള്ളത്. അപ്പൊ നമുക്ക് പഠിക്കാം. കൃഷ്ണഗോദയിലെ എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഗോദാവരി നദികള്. കൃഷ്ണഗോദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണ ഗോദാവരി നദികള്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ നദി തന്നെയാണ്. ഗോദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി നദി. കാക്കിയിട്ടത് എന്ന് പറഞ്ഞാൽ കാക്കിനട. കാക്കിയിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാക്കിനട. പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുച്ചേരി. പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതുച്ചേരി. അപ്പൊ നാലാമത്തെ നിലയിൽ നമുക്കൊന്നുകൂടി നോക്കാം. നാലാമത്തെ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NW4 ആണ്, അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 4നെ സൂചിപ്പിക്കുന്നു. അവിടെയുള്ള വ്യക്തികൾ എന്താണ്? കൃഷ്ണഗോദയിലെ കാക്കിയിട്ട പുതുമ പിടിച്ചവരാണ് അവിടെ ഉള്ളത്. കൃഷ്ണഗോദയിലെ കാക്കിയിട്ട പുതുമ പിടിച്ചവരാണ് അവിടെ ഉള്ളത്. കൃഷ്ണഗോദയിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ ഗോദാവരി നദിയെ സൂചിപ്പിക്കുന്നു. കാക്കിയിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കിനടയെ സൂചിപ്പിക്കുന്നു. അതുപോലെ പുതുമ എന്ന് പറഞ്ഞാല് പുതുച്ചേരിയെ സൂചിപ്പിക്കുന്നു. ഇനി ഏറ്റവും അവസാനത്തെ നിലയും അഞ്ചാമത്തെ നിലയുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നാഷണൽ വാട്ടർവേ 5 അഞ്ചാമത്തെ നിലയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അഞ്ചാമത്തെ നിലയിൽ മഹാബ്രാഹ്മണരാണ് താമസിക്കുന്നത്. അഞ്ചാമത്തെ നിലയിൽ ആരാണ്? മഹാബ്രാഹ്മണരാണ് താമസിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. മഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദി, ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാഹ്മിണി നദി. മറക്കരുത്. ഇത്രയും ഭാഗം സുഹൃത്തുക്കള്
ശ്രദ്ധിച്ചു പഠിക്കുക. ഇപ്പോ പറഞ്ഞ കോഡ് ഒരു വലിയ കോഡാണ്, ഒത്തിരി കോഡുകൾ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് കരുതരുത്. ഈ ഭാഗം പൗസ് ചെയ്ത് വെച്ച് കൂടുതൽ സമയം വായിച്ചു പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു പേപ്പറിൽ ഈ ഭാഗം വ്യക്തമായിട്ട് എഴുതി പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് PSC ചോദിച്ചുള്ള എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നന്നായിട്ട് പഠിക്കുക സുഹൃത്തുക്കളെ. ഇത്രയുമായിരുന്നു നമ്മുടെ LGS മാരത്തോൺ ഡേ 6 നമ്മൾ നോക്കിയത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുഹൃത്തുക്കൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിന്റെ ലിങ്ക് ഒന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൂടി നടക്കുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.